بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. أما بعد, പേജ് നമ്പർ 526, സൂറത്ത് നജ്ം, ആയത്ത് 23 പേരെടുത്തു. റൈറ്റ്. അപ്പൊ നമ്മള് ഒരു 2 പേജ് ഓതി തീർക്കണം. നജ്മ് ഒന്നുകിൽ ഈ 24-ാമത്തെ ആയത്ത് മുതൽ അടുത്ത പേജോട് ഓതുക, അല്ലെങ്കിൽ തുടക്കം മുതൽ ഓതുക. ഏതാ വേണ്ട? മൊത്തം ഓതണം. തുടക്കം മുതൽ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സ്വാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലമഹു ശദീദുൽ ഖുവാ ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى أفتمارونه على ما يرى ولقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكفر كبرى أفرأيتم اللات والعزى ومناة الثالثة الأخرى ألكم الذكر وله الأنثى تلك إذا قسمة ضيزى إن هي إلا أسماء سميتموها أنتم وآباؤكم ما أنزل الله بها من سلطان إن يتبعون إلا الظن وما تهوى الأنفس ولقد جاءهم من ربهم الهدى أم للإنسان ما تمنى فلله الآخرة والأولى وكم من ملك في السماوات لا تغني شفاعتهم شيئا إلا من بعد أن يأذن الله لمن يشاء ويرضى إن الذين لا يؤمنون بالآخرة ليسمون الملائكة تسمية الأنثى وما لهم به من علم إن يتبعون إلا الظن وإن الظن لا يغني من الحق شيئا فأعرض عمن تولى عن ذكرنا ولم يرد إلا الحياة الدنيا ذلك مبلغهم من العلم إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بمن اتقى وهو أعلم بمن اهتدى ولله ما في السماوات وما في الأرض ليجزي الذين أساءوا بما عملوا ويجزي الذين أحسنوا بالحسنى الذين يجتنبون كبائر الإثم والفواحش إلا اللمم
ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ ഹുവ അഅലമു ബികും ഇദ് അൻസാകും മിനൽ അർളി وإذ أنتم أجنة في بطون أمهاتكم فلا تزكوا أنفسكم هو أعلم بمن اتقى أفرأيت الذي تولى وأعطى قليلا وأكدى أعنده علم الغيب فهو يرى أم لم ينبأ بما في صحف موسى وإبراهيم الذي وفى ألا تزر وازرة وزر أخرى وأن ليس للإنسان إلا ما سعى وأن سعيه سوف يرى ثم يجزاه الجزاء الأوفى وأن إلى ربك المنتهى وأنه هو أضحك وأبكى وأنه هو أمات وأحيا നടന്നോട്ടെ പോരെ മുഴുവനാക്കണോ വേണ്ട നമ്മളിനി പറഞ്ഞതിലേക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ വേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത് അല്ലാഹു വല്ലാതെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളും ശക്തികളും കേന്ദ്രങ്ങളുമൊക്കെ ചില കെട്ടുകഥകളുടെയും ഊഹാപോഹങ്ങളുടെയും അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നതാണ് എന്നതിനപ്പുറം അതിനൊന്നും ഒരു തെളിവുമില്ല, ഒരു ന്യായീകരണവുമില്ല. അതിനൊന്നും അവയ്ക്കൊന്നും ഒരു തരത്തിലുള്ള കഴിവുമില്ല എന്നാണ് കഴിഞ്ഞ ആയത്തുകൾ നമ്മളെ പഠിപ്പിച്ചത്. അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ശില. ആ അടിസ്ഥാന ശിലയിൽ നിന്നുകൊണ്ടാണ് മറ്റെല്ലാ കർമ്മങ്ങളും നമ്മൾ പാലിക്കേണ്ടത്. ഇതാണ് നമ്മുടെ തറ, ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷനിൽ നേരിയൊരു വിള്ളലുണ്ടായാൽ അതിനു മുകളിൽ കെട്ടിടം ഉയരുന്നതിനനുസരിച്ച് ഫൗണ്ടേഷന്റെ വിള്ളൽ കൂടി വരികയാണ് ചെയ്യുക, അല്ലേ? എത്ര വലിയ കെട്ടിടം ഉണ്ടാക്കുന്നുവോ അത്രയും ആ കെട്ടിടം ബലം കൂടുകയാണോ ചെയ്യുക, അതോ ദുർബലമാവുകയാണോ ചെയ്യുക? ഫൗണ്ടേഷൻ വിള്ളലുള്ളതാണെങ്കിൽ തൗഹീദാണ് ഇസ്ലാമിൻ്റെ ഫൗണ്ടേഷൻ. അതിൽ കെട്ടി ഉയർത്തുന്ന ആരാധനകൾക്കും സ്വഭാവ സംസ്കാരങ്ങൾക്കും മാത്രമേ വിലയുണ്ടാവുകയുള്ളൂ. അതല്ലാത്തതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയും എന്നതാണ് നമ്മുടെ നിലപാട്. കാരണം അവയൊക്കെയും പിൽക്കാല നിർമ്മിതികളാണ്, ഐതിഹ്യങ്ങളാണ്, പഴംപുരാണങ്ങളാണ്, കെട്ടുകഥകളാണ്. അംലിൽ ഇൻസാനി മാതമന്ന, അതല്ല മനുഷ്യന് അവൻ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കും എന്നുണ്ടോ? അങ്ങനെ വല്ല നിയമങ്ങളുമുണ്ടോ? അങ്ങനെയുള്ള വല്ല സാധ്യതകളുണ്ടോ? എന്താണ് മനുഷ്യന്റെ ആഗ്രഹം? ഈ ആയത്തുമായി ബന്ധപ്പെട്ട എന്താ ആഗ്രഹം? വല്ലദീന തദഊന മിൻ ദൂനില്ലാഹി, അല്ലാഹു വല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് പറയാനുള്ള ന്യായം ഹൗലായി ശുഫഅഉനാ ഇൻദല്ലാഹ് എന്നാണ്. ഇവ അല്ലാഹുവിങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസവും പ്രതീക്ഷയും. ഇനി ആയത്തൊന്നുകൂടി ഓതിക്കാണി. അംലിൽ ഇൻസാനി മാ തമന്ന, ആ ആഗ്രഹമൊക്കെ മനുഷ്യന് നിറവേറപ്പെടുന്നു. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി എന്ന് പറഞ്ഞിട്ട് സൂറത്ത് സുമറിൽ അല്ലാഹ് പറയുന്നത് മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ എന്നാണ്. ഇവയെയൊക്കെ ഞങ്ങൾ ആരാധിക്കുന്നത് അല്ലാഹുവിലേക്ക് ഇവ ഞങ്ങളെ അടുപ്പിക്കും
എന്ന വിശ്വാസത്തിന്റെ പ്രതീക്ഷയുടെ പുറത്താണ്. അംലിൽ ഇൻസാനി മാതമന്ന. അതൊക്കെ കിട്ടുമോ? മേലത്തെ ആയത്ത് വായിച്ചോക്കാണെങ്കിൽ കിട്ടുമോ? കിട്ടൂലേ? കിട്ടൂല അല്ലേ? സൂറത്ത് അൽ ഫുർഖാൻ തുടങ്ങണം നോക്കാണ്. വല്ലദീന തഖദൂ മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആലിഹത്തൻ ലാ യഖ്ലുഖൂന ശൈഅൻ വലാ യുഖ്ലഖൂൻ വലാ യംലികൂന ലി അൻഫുസിഹിം ദർറൻ വലാ നഫഅൻ വലാ യംലികൂന മൗതൻ വലാ ഹയാത്തൻ വലാ നുശൂറ. ഒരു നയാ പൈസയുടെ ഒരു ഉപകാരം ചെയ്യാനോ ഉപദ്രവം തടയാനോ അവർക്ക് കഴിയില്ല. ഉപദ്രവം വരുത്താനും ഉപകാരം തടയാനും അതിനും കഴിയില്ല. പിന്നെ എന്തിനാ ഇതിന്റെ പിന്നാലെ പോകണം? വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. സൂറത്ത് അഹ്ഖാഫിന്റെ 5-6 ആയത്തുകൾ. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഖിയാമത്ത് നാൾ വരെ വിളിച്ചാൽ ഉത്തരം നൽകാത്തവയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെക്കാൾ പിഴച്ച മക്കൾ ആരെങ്കിലും ഉണ്ടോ? ഇവർ പ്രാർത്ഥിക്കുന്നതൊന്നും അവർ കേൾക്കണില്ല. വഹുമ്മൻ ദുആഇഹിം ഗാഫിലൂൻ. കേൾക്കണില്ല, അലസരാണ് അവർ. ഈ പ്രാർത്ഥനയെ കുറിച്ചിട്ടൊന്നും അവർക്കൊരു ശ്രദ്ധയില്ല. അപ്പൊ നമ്മൾ പറയാം, അതിന് ഖിയാമത്ത് നാളോളം ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ, പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ എന്നാ. അടുത്ത ആയത്തിൽ അള്ളാഹ് പറയും, വഇദാ ഹുശിറന്നാസു കാനൂ ലഹും അഅദാഅൻ. ഇനി ഖിയാമത്ത് നാൾ വന്ന് മഹ്ശറുണ്ടായി ആളുകളെയും ഇവരെയും ഒരുമിപ്പിച്ച് നിർത്തുമ്പോ ഇവരാരെയാണോ വിളിച്ച് പ്രാർത്ഥിച്ചത് അവരെയും ഈ വിളിച്ചവരെയും ഒരുമിച്ച് നിർത്തിയാൽ കാനൂ ലഹും അഅദാഅൻ, അവർ ഇവരുടെ ശത്രുക്കളായിരിക്കും. ആര്? ബമ്പർത്ത തങ്ങളെ ബദരീങ്ങൾ പാപ്പേ. ബദരീങ്ങൾ പാപ്പയല്ലല്ലേ, പാപ്പാരാണ്. ഇത് ഹോൾസെയിലായി റീറ്റെയിലായിട്ട് വിളി. ബദരീകൾ പാപ്പാരെയെന്നാ വിളിക്കുന്നത്. ഒറ്റയടിക്ക് 313 സിൽക്ക്. കാനൂലഹും അഅദാഅൻ, അവർ ഇവരുടെ ശത്രുക്കളായി മാറും. പിന്നെന്തിനാണ്? വകാനൂ ബിഇബാദത്തിഹിം കാഫിരീൻ, ഞങ്ങളെ ഇവർ ആരാധിച്ചിരുന്നു എന്നത് അവർ നിഷേധിക്കുകയും ചെയ്യും. അതൊക്കെ അള്ളാഹു പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉസ്താദ്മാര് പറഞ്ഞതിന് അപ്പുറത്തൊന്നും ഇല്ല എന്നാണെങ്കിൽ പിന്നീട് നമുക്ക് വർത്താനില്ല. നമുക്ക് അവിടെ അത് അവസാനിപ്പിക്കാം. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് കൽപ്പിക്കുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവിൻ, അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ അതിന് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, എനിക്കുള്ള ഇബാദത്തിൽ അഹങ്കാരിയായാൽ, മറ്റുള്ളവർക്കത് പകർന്നു കൊടുത്താൽ, പകരം വെച്ചാൽ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരായി നരകത്തിൽ കയറേണ്ടി വരും. സൂറത്ത് ഗാഫിർ 40-ാം അധ്യായം 60-ാമത്തെ ആയത്ത്. ഖുൽ ഇദ്ഉ അല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്മീല. അള്ളാഹുവിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്നുവെന്ന് നിങ്ങൾ ആരെയൊക്കെ പറ്റിയിട്ടാണോ വിചാരിക്കുന്നത്? വിളിച്ചോളി. ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്മീല, നിങ്ങൾക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതാക്കാനോ അതൊരൽപ്പം മാറ്റിവെക്കാനോ അവർക്ക് കഴിയില്ല. മാത്രമല്ല, ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖറബ് വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറാ. സൂറത്ത് ഇസ്രാ 17-ാം അധ്യായം 56-57 ആയത്തുകൾ. അവരിൽ അള്ളാഹുവോട് ഏറ്റവും അടുത്തവർ തന്നെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞുകൂടുന്നത്. അള്ളാഹുവിന്റെ കൃപ ലഭിക്കാനുള്ള മാർഗത്തെക്കുറിച്ചുമാണ് അവരന്വേഷിക്കുന്നത്. അവരുടെ തലയിൽ കത്തുമ്പോൾ അവർ നിങ്ങളുടെ മലയിൽ കത്തുന്നതിനെ കുറിച്ച് ആലോചിക്കൂല. ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആളുകളോടാണ് ആ പറഞ്ഞത്. പണ്ട് ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു,
പക്ഷെ ആ ജിന്നുകൾ ഇപ്പോൾ മുസ്ലിങ്ങളായിരിക്കുന്നു. അക്കാര്യം അവരറിഞ്ഞില്ല. ഉത്തരം എല്ലാത്തിലും ഉണ്ട് കേട്ടോ. തലച്ചോറുള്ള ഒരു ഉത്തരണ്ട്. ഏത്? ഞാൻ വിളിച്ച് ഇത്രയും കാലം പ്രാർത്ഥിച്ചിരുന്ന ജിന്ന് കാഫർ ജിന്നായിരുന്നു. അയറ്റേളിപ്പം മൂപ്പരിപ്പം മുസ്ലിമായി. പക്ഷെ ആ വിവരം ഞാൻ അറിഞ്ഞില്ല. എന്താ അറിയാത്ത? എന്തേ അറിയായിരുന്നു? പരസ്പരം ബന്ധപ്പെടാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടല്ലേ? ആണോ അല്ലേ? മൂപ്പർക്ക് ഇവിടെ ഒന്ന് പറഞ്ഞുകൂടായിരുന്നു, ഇയാൾക്ക് തോന്നിപ്പിച്ചുകൂടായിരുന്നോ? നമുക്ക് ചിലർക്കാണ് തോന്നുകയാണ് ബാധിച്ചത് ജിന്നാണെന്ന് തോന്നിയാലോ എന്ന്, സംശയം തോന്നിയാലോ എന്ന്. അല്ല പറയാണ് അവര് മുസ്ലിമീങ്ങളായ വിവരം ഇവരറിഞ്ഞില്ലപ്പോഴും, ഇവരിപ്പോഴും പിടിച്ചോണ്ടിരിക്കുകയാണ്. അവര് മുസ്ലിമീങ്ങളായപ്പോൾ അവരുടെ ചിന്ത മാറിപ്പോയിരിക്കുന്നു. ഇനി എങ്ങനെയാണ് അള്ളാഹുവിൽ നിന്ന് കഴിച്ചിലാവുക? അള്ളാഹിന്റെ റഹ്മത്തിന് എന്താ മാർഗം നോക്കിയിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പൊ ഈ ജിന്നായാലും ഇൻസായാലും, അത് എത്ര വലിയ അമ്പ്യാക്കളായാലും ഔലിയ ആയാലും, അവർക്കൊന്നും നമുക്കൊരു ഉപകാരം ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ആ പണി നമ്മൾ എടുത്ത അമലുകളെ കൂടി ബാത്തിലാക്കും. കാരണം ഫലില്ലാഹിൽ ആഖിറത്തു വൽ ഊല, ദുനിയാവിന്റെ ഉടമസ്ഥതയും ആഖിറത്തിന്റെ ഉടമസ്ഥതയും അള്ളാഹുവിന് മാത്രമാകുന്നു. ദുനിയാവിൽ ആരാധിക്കേണ്ടതും അള്ളാഹുവിനെ മാത്രമാണ്. ആഖിറത്തിൽ രക്ഷപ്പെടുത്തേണ്ടതും അള്ളാഹു മാത്രമാണ്. അന്തമുൻജീനാഗതൻ, ബാക്കിയില്ലേ? നബി തങ്ങളെ അങ്ങാണ് സയ്യിദി ഖൈറൻ നബി. നബി തങ്ങളെ നാളെ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളുലക്കൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻത ളന്നി യാ ബശീറു യാ നദീറു. എന്താ ജവാബ്? സല്ലി റബ്ബൽ ആലമീന അലാ, അല്ലേ? എന്താ അർത്ഥം എന്നറിയോ? ബഷീറും നദീറുമായ നബി തങ്ങളെ അങ്ങയുടെ മിസ്കീനായ അടിമക്ക് അങ്ങയല്ലാതെ വേറെ ഒരാളും എന്നെ രക്ഷപ്പെടുത്തുമെന്ന് ഒരു പ്രതീക്ഷയില്ല. ഇപ്പൊ അല്ലെവിടെ? ഇപ്പൊ അല്ലെവിടെ? ഇർതകബതു അലൽ ഖതാ ഗൈറ ഖസി ഹസ്രിൻ വഅദദ് ലക അസ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. കയ്യും കണക്കുമില്ലാതെ ഞാൻ തെറ്റ് ചെയ്തു പോയി. നബിയെ അങ്ങനിക്ക് മാപ്പ് നൽകും എന്നതല്ലാതെ ഒരു പ്രതീക്ഷ ഇഞ്ഞ് രക്ഷപ്പെടാൻ വേറില്ല. എവിടെയാണ് സമുദായം? അംലിൽ ഇൻസാനി മാ തമന്ന. എവിടെയാണ്? എന്നെ പേടിച്ചോർക്ക് ഏതും പേടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. മലയാളം പറയണേ? ഞാൻ തഫ്സീർ പറയണോ? മൊയ്യന്മാരുടെ എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. അർത്ഥം പറയണോ? എന്റെ മുരീദാരും നല്ലവരല്ലെങ്കിൽ എന്താണ് നിങ്ങൾ മാണി സ്വീകരിച്ചോളി മനുഷ്യന്മാരെ. എന്റെ മുരീദാരും നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. ഞാൻ ഉണ്ടാകുമ്പോ പിന്നെ ഓർക്കെന്താ? ഓരെന്ത് തെറ്റ് ചെയ്താലും ഞാൻ ഉണ്ടല്ലോ പെടാൻ. ഒന്നു കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചതെന്റെ ഹൗസല്ലേന. എന്താണ് സംഗതി? മൊയ്തി ശേഖിന്റെ ഒരു മുരീദിനെ മലക്കുൽ മൗത്ത് പിടിച്ച് പെരക്കാർത്തി പട്ടിണിയായി.
ഒരൊറ്റ പാച്ചില മൂപ്പത്തിയേര് കൊടുക്ക് ഭർത്താവ് മരിച്ചു കിടക്കുമ്പോ ഇവിടെ ബാക്കി കാര്യങ്ങൾക്കല്ല, ഉസ്താദിന്റെ വീട്ടിക്ക്. എന്തിന്? എന്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്, പോയി മൂപ്പര്, ഞാൻ എന്താ ചെയ്യാ? പിന്നെന്താ ഉണ്ടായി തരുമോ? എന്താ ഉള്ളത്? അന്നാളിൽ വാങ്ങിയ റൂഹുകളൊക്കെയും ഉണ്ടന്ന കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ, തുറന്നിട്ട് അതിനുള്ളിലുള്ള റൂഹുകളെ ഒക്കെയും പാറ്റിപ്പാറപ്പിച്ച് വിട്ടോവർ എന്നാണ്. മലയാളം പറയണോ? വേണ്ട. മൂപ്പരെ വിചാരം ഇത് കൊട്ടിയിലേ തക്കാളി കൊണ്ടോണമാതിരി കൊട്ടിയിലാണ് ഇതൊക്കെ കൂടെ പിടിച്ച് കൊണ്ടുപോകൽ റൂഹണ. മൊയ്തി ശേഖ് പോയിട്ട് ആ കൊട്ടന്നെ പിടിച്ചിട്ട് അവിടെ കൗത്തിട്ട് എന്തുണ്ടാവുക? പിന്നെ നിങ്ങള് രസാലോചിച്ചു എന്തുണ്ടാവുക? കുളിപ്പിക്കുന്നിടത്തുനിന്ന് ഒരാൾ നീച്ചിരിക്കും, അപ്പോഴേക്കാരൻ വന്നിട്ടുണ്ടാകുക തിരിച്ച മറ്റാളെ മയ്യത്ത് കുളിപ്പിക്കുമ്പോഴേ മയ്യത്തിങ്ങനെ ഏറ്റിക്കൊണ്ടുപോകുമ്പോ കട്ടില് നീച്ചിരിക്കും അടുത്ത ആള്. എവിടുക്കാ? ഞാൻ ഇവിടെ ഹയാത്തിലുണ്ട് എന്ന് പറയും. മോർച്ചറിന്ന് നീച്ചി ഒരു മൂന്നാമൻ നീക്കൂലേ? എന്റെ വാപ്പ മരിച്ചിരിക്കുന്നു, ഞങ്ങളെ വാപ്പയാണ് മരിച്ചിരിക്കുന്നത്, നിങ്ങൾ പുറത്ത്. ഞാൻ മരിച്ചിട്ടൊന്നുമില്ലടാ, ഞാൻ താന്ന് പറഞ്ഞിട്ട് നീച്ചി ഒരു പള്ളിക്കുന്ന് വരില്ലേ? നിങ്ങൾ ആദ്യം പറഞ്ഞെന്താണ്? അള്ളാന്റെ അടുത്ത് ചെന്നിട്ട് മലക്കുൽ മൗത്ത് കംപ്ലൈന്റ് പറയാണ്, സർവീസിൽ ഇങ്ങനെ ഒരു പോക്കിരിത്തരം ഞാൻ ഇതുവരെ കണ്ടില്ല, അയാളെ തടഞ്ഞിട്ട് നിന്നില്ല പഠിച്ചവന്, ഇനി എന്താ ചെയ്യാൻ? അള്ള ചോദിച്ച ചോദ്യ, ഒന്നു കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചതെന്റെ ഹൗസല്ലേ. പൊന്നാര പകയന്മാരെ, റൂഹിനല്ലേ മൂപ്പര് ചോദിച്ചുള്ളൂ. എന്റെ മുരീദിന്റെ റൂഹന്നിൽ തരേണം എന്ന് മലക്കുൽ മാവുത്തോട് വിണ്ടോവർ. ഒന്നെടുത്ത് തന്നാൽ അത് എന്റെ മുരീദിന്റെയാണ്. തനിയോന്റെ അരുളാൽ പീഡിപ്പത് എങ്ങനെ തരുമെന്ന് മലക്ക് മാവുത്ത് മൊഴിഞ്ഞോവർ. റബ്ബ് പറഞ്ഞിട്ട് പിടിച്ചതാ, വിടാൻ പറ്റൂല. അപ്പോഴാണ് സ്റ്റണ്ട്, ആകാശത്ത് വെച്ച് സ്റ്റണ്ട് കുത്തി മറിച്ചിട്ട് വേണോ? മുങ്കർ നക്കീർ ചോദ്യം ചോദിക്കുമ്പോ വടി പഠിച്ചിട്ട് ആരോ ഒരാൾ പോയി. ഇത് വടിയേറ്റാ വരുന്ന മൂപ്പരെ വിചാരേ. വടി വലിച്ചിട്ട് ഒരാൾ പോയി, വടി കാണാനില്ല. മുങ്കർ നക്കീർ നേരെ പോയി അരസിന്റെ ചോട്ട് പോയിട്ട് ഇരുന്ന് അള്ള അനുവാദം കൊടുത്തപ്പോ ചോദിച്ചു, എന്തേന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായി, വടി കാണാനില്ലെന്നു. ആ വടിയാണ് അവിടെ ഇരിക്കണ്ട, മൂപ്പരത്തിട്ട് പോയി മേടിച്ചോളി. ആരിത്? അപ്പൊ വൈദ്യ ശേഖം അവിടെ ഇരിക്കണ്ടല്ലോ അരസിന്റെ പിന്നാലെ ചോട്ടിലേ. അവിടെ ചെന്നപ്പോ വൈദ്യ ശേഖിന്റെ ഒരു കണ്ടീഷൻ എന്താണ്? വടി തരാം, പക്ഷെ മറ്റൊരു കണ്ടീഷൻ എന്താണ്? ഇനി ചോദിക്കേണ്ടത് മൺ റബ്ബുക്ക എന്ന് ചോദിച്ചാൽ പിന്നെ ചോദിക്കേണ്ടത് വമാ ത്വരീഖത്തുക്ക എന്നാണ്. ആ ത്വരീഖത്തിന്റെ ഉത്തരം ഖാദിരി ത്വരീഖത്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഓനെ ചോദ്യം ചെയ്യാൻ പാടില്ല. ആ കണ്ടീഷൻ പാലിച്ചാൽ വടി തരാം എന്നാണ്. ഇവിടെ ഇരിയോ? അതാ പറഞ്ഞത്, എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. എന്നെ പീഡിത്തോർക്ക് ഏതും പേടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. എങ്ങനെ മിസ്കാർത്തിക്ക് ഇതൊക്കെ പഠിച്ചു? ഇയാൾ പണ്ട് ഖുറാഫി എന്നൊന്നും വിചാരിക്കില്ല നിങ്ങള്? പൊന്നാര മനുഷ്യന്മാരെ, അപ്പുറത്ത് എന്താന്ന് അറിഞ്ഞാലേ ഇപ്പുറത്തേലിന്റെ വില മനസ്സിലാവുള്ളൂ. നിങ്ങളത് പഠിച്ചു നോക്കി, ആ ബൈക്ക് പോകൂല. അപ്പുറത്തുള്ളത് എന്താന്ന് കൂടെ ഒന്ന് അറിയണത് നല്ലതാ. ഇപ്പൊ ഏകദേശം ബോധ്യപ്പെട്ടില്ലേ?
ഇത് ഒരു ഡയലോഗ് മാത്രമാണ്. ഇന്നിങ്ങനെ ഇതിങ്ങനെ വരാൻ പോവല്ലേ, ഒരു അറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് ഇങ്ങനെ വരാൻ പോവല്ലേ അല്ലേ. ഉന്നന്തോടി മുട്ടി കഴബാനെ ചുറ്റുമ്പോ ഇമ്പിരി വേണ്ടെന്ന് മക്കികൾ ചൊന്നോവർ. അടുത്ത ആളാ ആരാ? അഹമ്മദുൽ കബീർ റിഫാഴി. മൂപ്പരിങ്ങനെ ഉടുക്കും കൊട്ടിയിട്ടാണ് കഴബൻ തവാഫ് ചെയ്യാൻ പോയത്. അതന്നെ കുടുകുടു 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 നടുകുടുക്കിയത് എന്ന് പറഞ്ഞില്ല, അത് പാടില്ല എന്ന് പറഞ്ഞില്ല മറ്റേ ആള്. അതന്നെ നടുകുടുക്കിയതാണെങ്കിൽ പാടില്ല, ഉടുക്ക് കൊട്ടിയിട്ടാ പോയത്. ഇപ്പൊ മക്കാരുടെ സർവീസിന് ഇതില്ല, ഇതിവിടെ പാടില്ല എന്ന് പറഞ്ഞു. എന്താ പാടില്ല? ഇതിവിടെ നമ്മൾ അനുവദിക്കൂല. എന്നാ പിന്നെ അതൊന്നും കാണണല്ലോ, വേണ്ട. ഉടുക്ക് കഴബയുടെ കില്ലം അവിടെ കെട്ടിയിട്ട് പിന്നെന്തായതെന്നറിയോ? പിന്നെന്താ ഉണ്ടായത്? കഴബ മൂപ്പരെങ്ങനെ തവാഫ് ചെയ്യാൻ തുടങ്ങി. ആരെ? അഹമ്മദ് കബീർ റിഫായിയെ. കഴബ തവാഫ് ചെയ്യുന്നപ്പോ പടച്ചോൻ എന്നെ ഇടങ്ങാറായി പോയി, പിടിച്ചു നിർത്താനും നിവൃത്തിയില്ല. ഒളിവർ റിഫാഴി എന്നല്ലാ വിളിച്ചോവർന്ന പൊന്നാര റിഫായി നിർത്തി, ഞാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോളാന്ന് അല്ലാഹു അടിയറവ് പറഞ്ഞു പോയി. യത്തബിഊന ഇല്ല ظن വമാ തഹ്വൽ അംറുൻ. എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങള് ഈ കണ്ടതൊന്നല്ല, ഇതിനുള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെന്നാല് പച്ച ചെറുക്ക് ഇങ്ങനെ കൂട് പൊട്ടിച്ച് കയറ് പൊട്ടിച്ച് ഇങ്ങനെ നിൽക്കണ കാണാം. ആണ്ട് അടപ്പോട് തുറന്നാൽ ഒന്നായിട്ട് ഇങ്ങോട്ട് ചാടും. ഇത് ഇസ്ലാമുമല്ല, അതിൻ്റെ അവസാനത്തെ ലാമ് പോലും ഇല്ല എന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പോഴാണ് എന്തിനെവിടെ നബിമാര് പിന്നെ വന്നു എന്ന ചോദ്യം വരിക അല്ലേ. ആ ചോദ്യം വരുമ്പോൾ ഒരു ഉത്തരം എന്താ അറിയോ? ഖാലൂലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാഅൻ അല്ലേ. വദ്ദിന് സുവാഴിന് യഹൂസിന് യഴൂക്കിന് നെസനെയും വിട്ടിട്ട് ഒരു കളിയില്ല എന്നാണ് നൂഹ് നബിയുടെ ജനത പറഞ്ഞത്. അവരാരായിരുന്നു? കാനൂ റിജാലൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ്. അവർ നൂഹ് നബിക്ക് മുമ്പ് ജീവിച്ചു പോയ ആ നാട്ടിലെ ഔലിയാപ്പാപ്പാരെ ഇരുന്ന് അവരെ വിളിച്ച് പ്രാർത്ഥിച്ചവരെ നിർദ്ദലി കൂടിയാണ് പ്രളയം ഉണ്ടാക്കിയത്. എന്നിട്ട് നമ്മളിപ്പോഴും അവിടെ തന്നെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അടിത്തറ പൊളിഞ്ഞാൽ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് 2 തവണ മാത്രമേ ആ പദം ഖുർആനിൽ അതേ രൂപത്തിൽ വന്നിട്ടുള്ളൂ. പക്ഷെ ആ പദത്തിൻ്റെ ആഴങ്ങളും ആശയങ്ങളും അതിൻ്റെ അന്തസ്സത്തയും അതിനെതിരായി വരുന്ന കാര്യങ്ങളുമാണ് ആ 604 പേജിലുമുള്ളത് അല്ലേ. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആകയാൽ നബിയെ അങ്ങ് പഠിക്കണം. എന്ത് പഠിക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കണം. അവിടെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. സൂറത്ത് സുമർ. നാം താങ്കൾക്കും മുമ്പുള്ള പ്രവാചകന്മാർക്കും ഒക്കെ വഹി നൽകിയിട്ടുണ്ട്. ശിർക്ക് ചെയ്യുന്നത് താങ്കളാണെങ്കിൽ പോലും അതോടുകൂടി താങ്കളുടെ സൽക്കർമ്മങ്ങൾ മുഴുവനും ഇല്ലാതാവുകയും താങ്കൾ പരാജയപ്പെട്ട നരകാവകാശിയാവുകയും ചെയ്യുമെന്ന്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഞാനാണ് ഇലാഹ്, ഞാനല്ലാതെ ഒരു ഇലാഹയില്ല, ആകയാൽ എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയാൻ കൽപ്പിക്കപ്പെടാത്ത ഒരു പ്രവാചകനും നിയോഗിക്കപ്പെട്ടിട്ടില്ല. താങ്കളുമില്ല,
താങ്കൾക്ക് മുമ്പുള്ളവരുമില്ല. ഇപ്പൊ അവിടുത്തെ അവസ്ഥ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളൊന്ന് വായിച്ചു നോക്കി അല്ലേ? കാന്തപുരം മുദബ്ബിറുൽ ആലമാന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞ്? അല്ലാഹു അക്ബർ എന്നാണ്. ചിലപ്പോഴൊക്കെ കാസിമി പറഞ്ഞത് ശരിയാണേ. നിങ്ങൾ അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് ശരിയാ, സമ്മതിക്കാം. പക്ഷെ അള്ളാഹു അബൂബക്കർ എന്ന് പറയുന്നതിൽ കാലം വരും, നിങ്ങൾക്ക് ശ്രദ്ധിച്ചോളി. അവിടെ എത്തിയില്ലേ? 10-15 കൊല്ലം മുമ്പ് കാസിം പ്രസംഗിച്ച ഞങ്ങൾ അള്ളാഹു അബൂബക്കറാണ്, അള്ളാഹു അബൂബക്കർ നിങ്ങൾ പറയും, പേടിക്കണം നിങ്ങൾ. മുദബ്ബിറുൽ ആലം അബൂബക്കർ എന്ന് പറഞ്ഞപ്പോ എന്ത്? കാന്തപുര എന്ന് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞ്? അള്ളാഹു അക്ബർ. അത് ശരിയാന്നാ പറഞ്ഞു. മൂപ്പര് വിചാരിക്കാതെ ഇവിടെ ഒന്നും നടക്കില്ലെന്നാണ്. അപ്പൊ പിന്നെ മൂപ്പര് ആ ഉടക്കമുള്ള ചെറുക്ക് പറയുന്ന ആളുകൾക്കെതിരെ പറയാനും മൂപ്പര് പറഞ്ഞു തന്നെയെന്ന് വിചാരിച്ചാ മതി. അങ്ങനെയും വിചാരിക്കാലോ. അംലിൽ ഇൻസാനി മാ തമന്നാം ഫലില്ലാഹിൽ ആഖിറതു വൽ ഊലാ. ഏറ്റവും വലിയ ഔലിയാപ്പാപ്പമാരാരാ? അംബിയ അല്ലേ? അംബിയയിലെ ഏറ്റവും വലിയ ഔലിയാപ്പാപ്പ ആരാ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോളോട് പറഞ്ഞത് നമുക്കറിയാലോ അല്ലേ? മോളെ, സെലീനി മിമ്മാലി, പൈസ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചോദിച്ചോ, കഴിഞ്ഞ പരമാവധി ഞാനത് ചെയ്തു തരാം. പക്ഷേ അങ്കിദി നഫ്സക്കി മിനന്നാർ, പൊന്നാര മോളെ, നരകത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ നീ തന്നെ വിചാരിക്കണം. എനിക്ക് എന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. സ്വന്തം മോളെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥ പരസ്യമായി പ്രകടിപ്പിച്ച ഔലിയാക്കളുടെ രാജാവായ അംബിയാഇന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോഴാണ് എന്നെ പിടിച്ചോർക്ക് ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവൽ എന്ന് ഓവറാക്കി പറഞ്ഞപ്പോ അതിന് പ്രമാണമായി അംഗീകരിക്കുകയും അതിനെതിരെ പറയുന്നവർ പുത്തൻവാദികളും വഹാബികളും ബിദഅകളായി മാറുകയും ചെയ്തത് അല്ലേ? അവിടുന്നും വിട്ടില്ലേ? അവിടുന്നും വിട്ട് നിങ്ങളുടെ ഒരാളുടെ ഈ കർമ്മഫലങ്ങൾ നിങ്ങൾക്ക് സ്വർഗം നേടിത്തരാൻ പര്യാപ്തമായതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു. അപ്പോ സ്വഹാബികൾ ചോദിച്ചു, അന്ത യാ റസൂലല്ലാഹ്, നബി നിങ്ങളും അങ്ങനെ തന്നെ? നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്ന നേടിത്തരൂല? ഇല്ല, ഇല്ല യഖ്തഗമ്മദിനി റഹ്മാനു ബിറഹ്മതിഹി. അള്ളാഹു അവന്റെ റഹ്മത്ത് എന്നെ മൂടി പൊലിഞ്ഞു നിർത്തിയാലല്ലാതെ ഞാനും രക്ഷപ്പെടൂല. പിന്നെ നമ്മളെ രക്ഷപ്പെടുത്തും. ഖുൽ ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ വലൻ നജിദ മിൻ ദൂനിഹി മുൽതഹദ. സൂറത്ത് ജിന്ന്. പ്രഖ്യാപിച്ചേക്ക്, നിങ്ങളിൽ ഒരാൾക്കും എന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങളിൽ ഒരാളിലേക്കും അഭയം തേടാനും എനിക്ക് കഴിയില്ല. അങ്ങനെ ഒരു സംവിധാനമല്ല അവിടെയാണ്. പക്ഷെ ഇവിടെ പഠിപ്പിച്ചെന്താ? അതുകൊണ്ട് വലില്ലാഹിൽ ആഖിറതു വൽ ഊല, ദുനിയാവും ആഖിറവും അള്ളാഹുവിൻ്റെതാണ്. ദുനിയാവിൽ അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുക. പരലോകത്ത് അള്ളാഹു മാപ്പും മഗ്ഫിറത്തും മർഹമത്തും നൽകി സ്വർഗാവകാശിയാക്കും. ദുനിയാവിൽ അള്ളാഹുവിനെ എതിർത്താൽ, അള്ളാഹുവിനോട് അനുസരണക്കാട് കാണിച്ചാൽ, ധിക്കാരം കാണിച്ചാൽ, പരലോകത്ത് ഒരു ശക്തിക്കും നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അതല്ലേ ആ ആയത്തിൻ്റെ അർത്ഥം അല്ലേ? വലില്ലാഹിൽ ആഖിറത്തു വൽ ഊല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആകാശഭൂമികൾ ഇരു കൈകളിൽ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് മശ്ശറിൽ വന്ന് അള്ളാഹു ചോദിക്കും, ഐനൽ ജബ്ബാറൂൻ ഐനൽ മുലൂക്ക്. എവിടെയാണ് ദുനിയാവിലെ രാജാക്കന്മാരും അഹങ്കാരികളുമൊക്കെ? ഒരുപാട് കാലം അതിന് ഉത്തരമുണ്ടാവില്ല. അവസാനം അല്ലെന്നെ പറയും, അനൽ ജബ്ബാർ, ഞാനാണ് ഇന്നിന്റെ ജബ്ബാർ, ഞാനാണ്.
അനൽ മലിക്, ഇന്നിന്റെ ആധിപത്യവും ചക്രവർത്തിയും ഞാനാണ്. ലിമനിൽ മുൽക്കുൽ യൗം, ഖുർആൻ ചോദിക്കുക, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഇന്നേ ദിനം ആർക്കാണ് അധികാരം? ഏകനും സർവാധിപതിയുമായ അല്ലാഹുവിന് മാത്രം. യാ ഖൗമി ഇന്നമാ അദ്ഉകും ഇലൻ നജാതി വതദ്ഉനനി ഇലൻ നാർ, ഞാൻ നിങ്ങളെ രക്ഷയിലാക്കാണ് ജനങ്ങളെ വിളിക്കുന്നത്, നിങ്ങളാവട്ടെ എന്നെ വിളിക്കുന്നത് നരകത്തിലേക്കും. വേറൊരിടത്ത് കാണാ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതിൽ നിങ്ങൾക്ക് പേടിയില്ല. ഇബ്രാഹിം നബി പറയാ പിന്നെ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന അവയെ ഞാൻ എന്തിനു ഭയപ്പെടണം? ഒരു തെളിവുമില്ലാതെ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതിന് നിങ്ങൾക്കൊരു ഭയവുമില്ല, പിന്നെ ഞാൻ എന്തിനാണ്? എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, അയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംന്, അപ്പൊ നമ്മൾ രണ്ടു കൂട്ടരിൽ നിർഭയത്വത്തിന് അവകാശം ആർക്കാണ്? അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംന് വഹും മുഹ്തദൂൻ. ഈമാനിൽ ളുൽമ കലർത്താതിരിക്കുക, അതായത് ശിർക്ക് കലർത്താതിരിക്കുക, അങ്ങനെ ജീവിച്ചാൽ അവർക്കാണ് അമ്നുള്ളത്, നിർഭയത്വമുള്ളത്. അല്ലേ? പണ്ട് അവിടെയൊക്കെ പൊട്ടിച്ചൂട്ടുണ്ടായിരുന്നില്ലേ, പൊടിമറിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്തിതൊന്നും നമ്മക്ക് ബാധിക്കാതെ പോയത് എന്തുകൊണ്ടാ? ഇപ്പത്തെ പതൊന്നും ഇല്ലാത്ത കറണ്ട് വന്നപ്പം പോയി എന്നാ പറഞ്ഞു. എവറേഡിന്റെ ടോർച്ച് 3 കട്ടന്റെ ടോർച്ചിന്റെ മുമ്പിൽ പിടിച്ചിക്കാൻ കഴിയില്ല, അങ്ങനല്ലേ പറഞ്ഞത്? ആർക്ക്? ചെയ്ത്താനേ. ഒന്നല്ല, ആളുകളെ പേടിപ്പിച്ച് പലതും നേടാൻ വേണ്ടിയിട്ട് അന്നുണ്ടായിരുന്ന ഓരോരോ സൂത്രപ്പടികള് അതിനൊരു വിശ്വാസത്തിന്റെ മേമ്പൊടി ചാർത്തി, അല്ലേ? ഏൽക്കുന്നവർക്കൊക്കെയും ഏറ്റു. പിന്നെ കഥകളാണ്ട് പറയാൻ തുടങ്ങി. നമ്മളെ വാപ്പ അത് കടാര കത്തി കുത്തിയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട്, ഇവിടെ നിർത്തിയിട്ടുണ്ട്, അല്ലേ? പാടത്തെ പോത്തിനെ പോത്തായി തന്നെ നിർത്തിയിട്ടുണ്ട്. നേരം വെളുത്ത് നോക്കുമ്പോൾ മനുഷ്യനെ ഇന്നും ഇന്നോട് തന്നെ ആളായിരുന്നു. എവിടുത്തെ, എന്നോട്, ഏത് നാട്ടില്, അതാരെ പറഞ്ഞു? ഇപ്പൊ പറഞ്ഞോ? ഇല്ല, കേട്ടതാണ്. കേട്ടീമ ഈ എത്തബിയോന ഇല്ലല്ലോന്ന് അങ്ങനെ പോവുകയാണ്, അല്ലേ? പിന്നെ രാത്രിയുടെ വിജനതയിൽ വെളിച്ചമില്ലാതെ നടന്നു പോകുമ്പോ കോളർമ വന്ന ഒരാൾ പിടിച്ച് പിന്നിന്ന് പിടിച്ചു. പണ്ടത്തെ മുജാഹിദീങ്ങളാണ് എന്ത് പറയുന്നു? കോളർ ഇങ്ങനെ കുടയും, കുടഞ്ഞിട്ട് വിടറില്ലെങ്കിൽ മാറിക്കിടാവുന്നെന്ന് പറയും. എന്നിട്ട് മുന്നിൽ ഇജാരാന്ന് ചോദിക്കും, ഞാൻ ജിന്നാന്ന് പറയും. പണ്ടത്തെ മുജാഹിദീങ്ങൾ എന്ത് പറയും? മാനെ എനിക്ക് ആള് തെറ്റി, ഞാൻ മുജാഹിദാന്ന് പറയും. പറയുന്ന ഇപ്പത്തെ മുജാഹിദീങ്ങൾ എന്ത് പറയും? ആ സാധ്യത ഉണ്ട്, എന്നാ എന്നെ വരി കൊണ്ടാക്കി തരാൻ പറ്റുമോ? വെളിച്ചല്ലടോ എന്ന് ചോദിക്കും. എന്നാ പറഞ്ഞ് നഷ്ടപ്പെട്ടത് ആർക്കാണ്? എന്താണ്? എന്ത് നഷ്ടപ്പെട്ടതാ? അന്ന് നഷ്ടപ്പെട്ടുപോയി. തൗഹീദ് വിള്ളല് വീണു. വീണില്ലേ? പണ്ടത് സമസ്തക്കാർക്കിടയിലുണ്ടായിരുന്നത്, അത് മെല്ലെ കേറി നമ്മക്കിടയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ടുകൂടെ ഞാൻ പറഞ്ഞത് പരിശുദ്ധ ഖുർആനാണ് നമ്മളുടെ അടിത്തറ, അല്ലേ? വിശുദ്ധ തൗഹീദാണ് നമ്മളുടെ ഫൗണ്ടേഷൻ. അവിടെ പഴച്ചാൽ പിന്നെ നമ്മൾ പുറമേക്ക് എത്ര വലിയ ഇസ്ലാമിക പിന്നെ ഷിആറുകൾ, സിംബലുകൾ, അടയാളങ്ങൾ വെച്ചു പുലർത്തുന്നത് കൊണ്ടും അത് നടപ്പിലാക്കുന്നത് കൊണ്ടും നമുക്ക് ഗുണമില്ല എന്ന് പരിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എക്കാലത്തേക്കുമുള്ള ഒരു നിലപാടായി പറഞ്ഞതറിയോ? പേരക്കുട്ടിയോടെ മോനെ ഹസനെ, നിനക്കൊരു കാര്യം കേൾക്കുമ്പോൾ കാണുമ്പോൾ പിന്നെ അറിയുമ്പോൾ സംശയം തോന്നുകയാണെങ്കിൽ അതാണ് ഒഴിവാക്കിക്കുന്നത്.
സംശയം അല്ലാണ്ട് ഒഴിവാക്കി. എന്നിട്ട് ഉറപ്പുള്ളേമ്മ പിടിച്ചോൻ. എന്തായാലും ഇത് സുന്നത്താന്ന് നമുക്ക് അഭിപ്രായം ഉണ്ടോ? രണ്ടിലൊരു കൂട്ടർക്ക് ഇത് വാജിബാന്ന് അഭിപ്രായം ഉണ്ടോ? ഇതിങ്ങനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഇത് ഇറങ്ങത്തി പോകുന്ന അഭിപ്രായം ഉണ്ടോ? ഏത്? ഇവർ നമ്മളെ ഉപദ്രവിക്കും, ഇവരെ കാണാം, ഇവരെ ശബ്ദം കേൾക്കാം, ഇവരെ കൊണ്ട് പിന്നെ ബുദ്ധിമുട്ട് ഇവരെ വിളിച്ച് സഹായം ചോദിച്ചാൽ അതൊരു പുണ്യമാണ്, അത് സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണ്, അതുകൊണ്ട് ഇബാദത്തുകളൊന്നും നഷ്ടപ്പെടുകയില്ല എന്ന ആ വാദമുണ്ടോ? ഇല്ലല്ലോ. എന്നാ മറുവാദം എന്താ? അത് പച്ച ശിർക്കാണെന്നാ അല്ലേ? ഈ ഒരു പുണ്യമില്ലാത്ത പരിപാടി എന്നാണ് വിട്ടു നിന്നൂടെ നമുക്ക്? ആ ഒരു അഭിപ്രായത്തിൽ ഇതിന് കണ്ടൂടെ? അമ്പലക്കടവ് വീശി പറഞ്ഞ അതല്ലേ? അത് KSRTC പോണതും ബെൻസ് പോണതും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ലാതെ അത് പുണ്യം ഉണ്ടായിട്ടൊന്നുമല്ല. കാര്യം എളുപ്പം നടക്കും. അതൊരു ഫർളല്ല, അതൊരു സുന്നത്തുമല്ല, അതൊരു ഹലാലായ കാര്യമാണ്. ഈ ഹലാലായ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഈ കൈകൊട്ടിയത് കുറ്റുള്ള കേസാ? അല്ല. ഇതിന് വല്ല കൂലിയുണ്ടോ? അതുമില്ല. ഇനി ഞാൻ കൊട്ടിയില്ല, അതിന് വല്ല കൂലിയുണ്ടോ? അതിന് വല്ല കുറ്റമുണ്ടോ? ചെയ്താലും ചെയ്തില്ലേലും കുറ്റമല്ല, കൂലിയില്ല. വെറുതെ ഒരു നേരം പോക്കാണെന്നർത്ഥം. എന്തിനാണ് വിശ്വാസ മേഖലയിലേക്ക് ഈ ജാതി ഒരു ചർച്ച കൊണ്ടുവരുന്നത്? എന്തിനാണ് ഈ സമൂഹത്തെ, പാവപ്പെട്ട മനുഷ്യന്മാരെ തമ്മിൽ തെറ്റിക്കുന്നത്? എന്തിനാണ് മഹല്ലുകളിൽ കുഴപ്പമുണ്ടാക്കണം? കണ്ടുവിട്ടാൽ പോരെ. ഇതുകൊണ്ട് നമ്മുടെ പരലോകത്ത് ഗുണമൊന്നുമില്ലല്ലോ. ഈ ഈ ഈ വൃത്തികേട് ഇവിടെ പറഞ്ഞുണ്ടാക്കണോണ്ട് തൗഹീദ് പറയാൻ ഉപയോഗിക്കേണ്ട സമയമില്ലാതെ ആവുമല്ലാതെ ഒന്നുമില്ല. ഇതുകൊണ്ട് ഫലമില്ല. എന്നിട്ട് അതിനവിടെ ആയത്തോതുന്നു, ഇവിടെ ഹദീസ് വായിക്കുന്നു, പിന്നീട് അതിന്റെ പിന്നിൽ 125 സംവാദമാണ് ഒരുത്തൻ നടത്തിയത്. ഇപ്പൊ പറയാനുള്ളത് അങ്ങനെ ഒരു സംബോധനയല്ല. അള്ളാഹു കാത്തിരിച്ചിട്ട്. എന്നിട്ട് അള്ള പറഞ്ഞെന്തറിയോ? വകം മിൻ മലക്കിൻ ഫിസ് സമാവാതി വൽ അർളി. ആകാശഭൂമികളിൽ എത്രയോ മലക്കുകളുണ്ട്. അവരൊക്കെ വകം മിൻ മലക്കി സമാവാതി, ആകാശത്ത് മാത്രം ജീവിക്കുന്ന എത്രയോ മലക്കുകളുണ്ട്. വൽ അർളി ഇല്ല അവിടെ. അർശിന്റെ കാവൽക്കാരായി, മുഖറബുകളായി, അള്ളാഹു പ്രത്യേകം ഡ്യൂട്ടി ഏൽപ്പിച്ചവരായി ഒരുപാട് മലക്കുകൾ ഇബാദത്തുകളിൽ മുഴുകി ജീവിക്കുകയും സത്യവിശ്വാസികളായി ഈമാനും തഖ്വയും തൗബയും ഇസ്തിഗ്ഫാറും ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന മലക്കുകളുണ്ട് അവിടെ, അല്ലേ? അല്ലദീന യഹ്മലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ. ഈമാനുള്ളവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്ന മലക്കുകൾ. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി നിരന്തരമായി ഇസ്തിഗ്ഫാർ നടത്തുന്ന മലക്കുകളുണ്ട്. നമ്മൾ ആരാണെങ്കിൽ? ഈമാനുള്ളവരാണെങ്കിൽ. എന്താ പ്രാർത്ഥന? റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമാ. പടച്ചവനെ, നിന്റെ ഇൽമും റഹ്മത്തും പ്രപഞ്ചത്തെക്കാൾ വിശാലമാണല്ലോ. അതുകൊണ്ട് ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക്. പടച്ചവനെ, പറ്റിപ്പോയ തെറ്റ് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യുന്നവർക്കും നിന്റെ തൗഹീദും പരിശുദ്ധ ഖുർആനും സിറാത്തുൽ മുസ്തഖീമും സുന്നത്തും പിൻപറ്റി ജീവിക്കുന്നവർക്കും മാപ്പ് നൽകണേ റബ്ബേ. ആ മലക്കുകളൊക്കെ ഉണ്ടവിടെ. പക്ഷെ ഇവിടെ അല്ലാഹ് പറയാണ്, അവരൊക്കെ ഉണ്ടായിട്ടും ലാ തുഗ്നി, ഗുണം വരുകയില്ല. എന്ത്? ശഫാഅത്തുഹും, അവരുടെ ശുപാർശ കൊണ്ട്. ആർക്ക്? നമുക്ക് ശൈഅൻ, ഒരു ഉപകാരവും കിട്ടൂലാൻ. എവിടെ? പരലോകത്തെ. ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹു ലിമൻ യശാഉ വയർളാ.
അള്ളാഹു ആർക്കെങ്കിലും ശുപാർശ പറയാൻ അനുവാദം കൊടുക്കുകയും അള്ളാഹു തൃപ്തിപ്പെട്ട വാക്കുകൾ പറയാനും അള്ളാഹു അനുവാദം കൊടുക്കുകയും ചെയ്താൽ അവർക്ക് ഒഴികേന. ശുപാർശ പറയണമെങ്കിൽ ആരനുവാദം വേണം? മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. ഈ പറഞ്ഞ കെട്ടുകഥകളും മാറ്റിവെച്ചാളി. റബ്ബ ചോദിക്കണം, ആരുണ്ടോ എന്റെ അനുവാദമില്ലാതെ എന്നോട് ശുപാർശ പറയാൻ കെൽപ്പുള്ളവരായി? അപ്പൊ അത് അള്ളാഹ്ക്ക് അറിയാത്തൊരു ചോദ്യം ചോദിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹ്ക്ക് പാവം ഉത്തരം പറഞ്ഞു കൊടുക്കാം. മമ്പർത്തങ്ങളുണ്ട്, ബദരീങ്ങളുണ്ട്, അമ്പിയാക്കളുണ്ട്, ഔലിയാക്കന്മാരുണ്ട്, ആ കോലുണ്ട്, ഈ രാജുണ്ട്, ആ വീവിണ്ട്, ഈ തങ്ങളുണ്ട് എന്ന് നമ്മൾ ഇങ്ങനെയുണ്ട് ലിസ്റ്റ് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാ അല്ലേ? അപ്പൊ ഇവിടെ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് അള്ളാഹ് അനുവദിക്കണം, പിന്നെ അള്ളാഹ് തൃപ്തിപ്പെടണം. എന്നിട്ട് പിന്നെന്താണെന്നറിയോ? എന്താണ്? റബ്ബിസ്സമാവാതി വൽ അർളി വമാ ബൈനഹുമാ റഹ്മാൻ. ബാക്കി എന്താണ്? ലാ യംലികൂന മിൻഹു ഖിതാബാ യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫൻ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ. റഹ്മാനായ റബ്ബാർക്കെങ്കിലും അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ മാത്രം വർത്താനം പറയും. എന്ത് പറയും? വഖാല സ്വവാബാ. അവരാവട്ടെ സത്യം മാത്രമേ പറയൂ. അപ്പൊ എന്താ അവിടെ ഉള്ളത്? പണ്ട് മർഹൂം AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞ്, ശഫായത്തിന്റെ ചരിത്രം ഹദീസുകളൊക്കെ കൂടെ എടുത്ത് പരിശോധിച്ചാൽ അവസാനം ഉള്ളി തോല് പൊളിച്ചത് മാതിരി ഉണ്ടാവും. അതന്നെ എൻ്റെ അവസ്ഥ. ശുപാർശ പറയാൻ അല്ലാഹു മലക്കുകൾക്ക് ചിലർക്ക് അനുവാദം കൊടുക്കും. അനുവാദം കൊടുത്ത ആളുകൾ അള്ളാഹു ഇഷ്ടപ്പെട്ടതേ പറയൂ, അള്ളാഹു പറയാൻ അനുവദിച്ചതേ പറയൂ, സത്യസന്ധമായതേ പറയൂ. വേറെ ഒരാൾക്കും ശുപാർശക്ക് അധികാരമില്ല. എവിടെ? മശ്ശറിലില്ല. ആർക്കല്ലാതെ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലാതെ. അദ്ദേഹം നടത്തുന്ന ശുപാർശ എന്താ? പടച്ചവനെ ഉമ്മത്തി ഉമ്മത്തീന. പറഞ്ഞിട്ടുണ്ടോ? ഈ സൂര്യന്റെ ചുവട്ടിൽ നിന്ന് എൻ്റെ സമുദായത്തെ രക്ഷിക്കണേന. എവിടേക്ക്? നരകത്തിക്കുള്ളപോലെ നരകത്തിക്കും, സ്വർഗത്തിക്കുള്ളപോലെ സ്വർഗത്തിക്കും ആക്കിയിട്ട് ഈ ഇടങ്ങേറുന്നാണ് കഴിച്ചിലാക്കണേന്ന് അതിൻ്റെ അർത്ഥം. എന്താ അതുകൊണ്ട് കാര്യം? എന്താ അതുകൊണ്ട് കാര്യം? ആയത്ത് തന്നെ പറഞ്ഞിട്ടില്ലേ? ശുദ്ധമായ തൗഹീദും ഈമാനും സുന്നത്തും അമലു സ്വാലിഹാത്തുകളും ഇഖ്ലാസുകളും ഉള്ളവർക്ക് അവിടെ വഹുമ്മിൻ ഫസഇൻ യൗമഇദിൻ ആമിനൂൻ. മശ്ശറിൽ ഒരു പേടിയും പേടിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞോണോ? ഈമാനിന്റെ വലുപ്പത്തിനും അതിന്റെ ശുദ്ധിക്കും അനുസരിച്ച് നെരിയാണി മുതൽ മൂക്കുവരെ വിയർപ്പിലുള്ളവരുണ്ടാകും എന്ന് പറഞ്ഞില്ലേ? ഈമാനുള്ളവർക്ക്, നല്ല ഈമാനുള്ളവർക്ക് നെരിയാണി വരെ വിയർപ്പുണ്ടാവുള്ളൂ. അവർക്ക് ഈ സൂര്യന്റെ ചൂട് തട്ടൂല്ല. പിന്നെ എന്റെ ശുപാർശനെ കൊണ്ട് കിട്ടിയ മെച്ചം എന്താണ്? പിന്നെ രണ്ടാമത്തെ ശുപാർശ നടക്കണത് എപ്പോഴാണെന്നറിയോ? സ്വർഗത്തിക്കുള്ളവര് സ്വർഗത്തിലും നരകത്തിലുള്ളവര് നരകത്തിലും പെട്ടതിന് ശേഷം പ്രവാചകന്മാർക്ക് ശുപാർശയുണ്ട്. പടച്ചവൻ എൻ്റെ സമുദായത്തിൽ നിന്ന് തൗഹീദുള്ളവരെ രക്ഷിക്കണേ എന്നാണ്. ഇവിടുന്ന് എടുക്കേണ്ടത് ബോയിലറിനാണ് അല്ലേ? ആണോ? അണ്ട് പോണോ? ആ നരകത്തിന്റെ വക്കിൽ നിങ്ങൾ എത്തും, ഒരൊറ്റയാളുമില്ലാതെ എത്തും. നരകത്തിന് മുകളിൽ കൂടെയാണ് സിറാത്ത് വെച്ചിട്ടുള്ളത് എന്നതിൻ്റെ വിശദീകരണം. അതിൽ കൂടെ വേണം പോകാൻ. തഖ്വയോടെ ജീവിച്ചവരെ നാം രക്ഷിക്കും അവിടെ നിന്ന്. സുബ്ഹാനല്ലാഹ്. അവരുടെ കൂടെ അല്ലാഹു നമ്മളെയും നമ്മുടെ
പ്രിയങ്കരായ മാതാപിതാക്കളെയും മക്കളെയും ഇണകളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അക്രമങ്ങളായി ജീവിച്ചവരെ മുട്ടുകുത്തുന്ന നിലയിൽ ഞാൻ അതിലേക്ക് ഉപേക്ഷിക്കും, വലിച്ചെറിയുന്ന അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അവിടെ നിന്നാണ് പിന്നീട് ശുപാർശയുള്ളത്. അവരവിടെ നിന്ന് പുറത്തു വരുമ്പോൾ കരിക്കട്ട മാതിരിയായിട്ടുണ്ടാകും എന്നാണ്. പിന്നീട് അവരെ സ്വർഗത്തിനും നരകത്തിനും ഇടയിലുള്ള മാഉൽ ഹയാത്ത് എന്നൊരു നദിയുണ്ട്, അതിലേക്കിടും. അവിടെ നിന്ന് അവർ അരിപ്പ അല്ലെങ്കിൽ തകര മുളച്ചു വരുന്നത് പോലെ മുളച്ചു വരും, സുന്ദരന്മാരായി. പക്ഷേ അവരുടെ നെറ്റിത്തടത്തിൽ ഒരു അടയാളുണ്ടാകുന്ന ഒരടയാളുണ്ടാകുന്നു. രണ്ടാം നിരം പൗരന്മാരായിരിക്കും. NRC CAA വന്നപ്പോ എന്തിനാ സമരം വിളിച്ചത്? ഇന്ത്യ മഹാരാജ്യത്ത് പിറന്നു വീണ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ രണ്ടാം തരം പൗരന്മാരാവാൻ പിന്നെ ഇടയാക്കുന്ന ഈ നിയമം അനുസരിക്കില്ല എന്ന് പറഞ്ഞിട്ടാ സമരം വിളിച്ചത്. എന്തേ പരലോകത്ത് ഇങ്ങനെ രണ്ടാം നിരം പൗരന്മാരാകും എന്ന് പറയേണ്ട ഒരു ഇളക്കല്ലാത്ത സമുദായത്തിന് അവിടെ സമരം വിളിക്കാൻ ആളുണ്ടാവുന്ന? എല്ലാ പ്രവാചകന്മാരുടെയും ശുപാർശയുണ്ട്. പിന്നീട് ബദരീങ്ങൾക്ക് ശുപാർശയുണ്ട്, മുഹാജിറുകൾക്ക് ശുപാർശയുണ്ട്, അൻസാറുകൾക്ക് ശുപാർശയുണ്ട്. അതൊക്കെ അതിന് ശേഷമാണ് വരിക. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശുപാർശ പ്രകാരം 300 ആളുകൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന. എവിടുന്ന്? അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ, തൗഹീദുള്ള, കലിമത്തു തൗഹീദുള്ള, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച ആളുകൾ ഇനിയും അതിലുണ്ടാവാം. ആ കൃപയൊന്ന് നോക്കാണ്. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിബിതങ്ങൾക്ക് നമ്മളോടുള്ള കൃപ, വാത്സല്യം, ദയ, കാരുണ്യം, സ്നേഹം തിരിച്ചു കൊടുക്കണുണ്ടോ? ഇതിലെന്തെങ്കിലും ഒന്നിന് പകരം നിൽക്കാൻ പറ്റുന്ന ബഹുമാനം, ആദരവ്, അനുസരണം ഇല്ല അല്ലേ? അപ്പോഴാണ് അള്ളാഹു എന്നാൽ പിന്നെ ഞാൻ ഒരു കോരൽ കോരാം എന്ന് അള്ളാഹു പറയുന്ന. ആ കോരലോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനും നരകത്തിലുണ്ടാകൂല. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഏത്? മങ്കാല ലാ ഇലാഹ ഇല്ലല്ലാ ഖാലിസൻ മിൻ ഖൽബിഹി ദഖലൽ ജന്ന എന്ന് മൗലവിമാരവിടെ നിർത്തി. ഏതായാലും മിസ്കാത്ത് നിർത്തണില്ല. അതിൻ്റെ അപ്പുറത്ത് ഒരു 2 വാക്കുകൂടി ഉണ്ട്, യൗമം മിനദ്ദഹ്ർന. എന്നെങ്കിലും ഒരു ദിവസം, അതായത് അർത്ഥം എന്നെങ്കിലും ഒരു ദിവസം ഒരു ഭർത്താവും. അപ്പൊ അത്ര ദിവസം അവരെ നെറ്റിമ സീല് വെച്ചിട്ടുണ്ടാവുന്ന ഒഴത്തക്ക ഉള്ളാൻ, അള്ളാന്റെ ദാക്ഷിണ്യത്തിൽ നിതാക്കാത്തിൽ പുറത്തു ചാടിയവർ എന്നർത്ഥം. ഇത് മതി നമുക്ക്. 10, 65, 70, 30, 45, 50, 55 കൊല്ലമൊക്കെ ജീവിച്ചിട്ട് അന്തസ്സായി ഒരു ജീവിതം നേടാൻ പരലോകത്തേക്ക് സാധിച്ചില്ല എങ്കിൽ അതിനാരെയാണ് പിരാകേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങളുടെ വിചാരണ ഗ്രന്ഥം നിങ്ങളുടെ കയ്യിൽ തരും, അതിലൊന്നും വിട്ടുപോയിട്ടുണ്ടാവില്ല. അതിൽ ഖൈറാണ് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞതെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനെ സ്തുതിക്കുക. അതിൽ ശർറാണ് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞെങ്കിൽ ഫലൂമു അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ പിരാകിയാൽ മതി, അള്ളാനെ പിരാകേണ്ടതില്ല. ഇത്രയും കാലം കിട്ടിയിട്ട് കഴിച്ചിലാവാൻ പറ്റിയില്ലല്ലോ പടച്ചോനെ എന്ന് അവിടെ വെച്ച് ഇടങ്ങാറാവേണ്ടി വരും. അതുകൊണ്ട് ഈ വിഷയം പറഞ്ഞേക്കാണ്. ഏത്? ലാ തുഗ്നി ശഫാഅത്തുഹും ശൈഅൻ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദനല്ലാഹു ലിമൻ യശാഉ വയർള. അപ്പോ ആ അവസാനം പറഞ്ഞത് ലിമൻ യശാഉ വയർള, അല്ല ആർക്കാണോ ശുപാർശ പറയേണ്ടത് എന്ന് അല്ല തീരുമാനിക്കണം. അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയാവണം. അള്ളാഹു അനുവാദം കൊടുത്തവരാണ് പറയുക. അള്ളാഹു തൃപ്തിപ്പെട്ട വാക്കാണ് പറയേണ്ടത്. എന്താ അതിലുള്ളത് നമുക്ക് ഉപകാരം? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി
മകനെ മടങ്ങേണ്ടത്. അങ്ങനെയല്ലേ ഇതിന്റെ അർത്ഥം? മകനെ മടങ്ങേണ്ടത് റബ്ബിനെ തൃപ്തിപ്പെട്ടവനായാണ്. നീ റബ്ബിനെ തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ മാത്രമേ റബ്ബ് നിന്നെ തൃപ്തിപ്പെടുകയുള്ളൂ. അങ്ങനെയല്ലേ? നീ റബ്ബിനെ തൃപ്തിപ്പെട്ടാണ് ജീവിച്ചത്, റബ്ബ് നിന്നെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. മടങ്ങിക്കോ, ശാന്തമായി മടങ്ങിക്കോ. ഫദ്ഖുലി ഫീ ഇബാദി, എൻ്റെ അടിമകൾ ഇവിടെയുണ്ട്. ഞാൻ തൃപ്തിപ്പെട്ട എൻ്റെ അടിമകൾ ഉണ്ട് ഇവിടെ സ്വർഗത്തിൽ. ഫദ്ഖുലി ജന്നതി, അവരോടൊപ്പം നിനക്കും കയറി വരാം, വന്നോളൂ, ഒന്നും പേടിക്കണ്ട എന്ന് പറയുന്ന ആ വിളി ഒന്ന് കാതോർത്താൽ നമ്മുടെ തൊട്ടെത്തിയിട്ടുണ്ട് അല്ലേ? ആ വിളി നമ്മുടെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. അതിനുത്തരം നൽകുവാൻ തയ്യാറാവുക, അതിന് നമുക്കും കൂടി അർഹതയുണ്ടാകണം എന്ന് തീരുമാനിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.